അത്ര കണ്ണുമൂക്ക് പറയാ കുട്ടികളെ പേരൊക്കെ എഴുതി സെറ്റാക്കി പോലുണ്ട് എന്റെ പേര് എഴുതി സെറ്റാക്കി എന്തിനാ ടാപ്പ് ഇട് ടാപ്പ് കലാകാരി ഷഹനാസ് എന്റെ പേര് കൊളാക്കുന്നു ഗൈസ് ഐഷ വീക്കെന്നുള്ള ഒക്കെ വലുതാക്കി ഇരിക്കും ഇതിലൊക്കെ അസ്മി എന്ത് ചെറുതാ നമ്മുടെ ഈ കിടന്ന് ഉറങ്ങണ് ഗൈസ് എണീക്കും പിന്നെ ഓർക്കത്തിന് എണീച്ചേട്ടോ സുബിൽ ഷാ ഇതോണ്ടൊക്കെയാ തള്ളപ്പൊടി ശിബുരുണ്ടോ എന്താ ശരി അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇറങ്ങായി അപ്പോൾ ഫുള്ള് വീഡിയോ ഇടാൻ പറ്റില്ല അത് വീഡിയോക്ക് ലെങ്ത് കൂടുകയാണ് അപ്പം ഞാൻ ചെറിയൊരു പോർഷൻ മാത്രമേ ഇടണുള്ളൂ അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു ചായക്കട കണ്ടു. അവിടെ കണ്ടിട്ട് ചായ കുടിച്ചു. അതേ സെയിം സമയത്ത് തന്നെ ഞങ്ങളൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോണത് കണ്ടു കേട്ടോ. മാച്ചാക്കാണെങ്കിൽ ഫ്ലൈറ്റ് കണ്ടിട്ട് നല്ല പേടിയായിട്ടോ. മാച്ച ഊന്നാക്കുന്നുണ്ടായിരുന്നു. മാച്ചാക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. കൊച്ചി എയർപോർട്ട് എന്ന് വെച്ചാൽ ലോകത്തിന് ഏറ്റവും ഫസ്റ്റ് സോളാർ എനർജി നടന്നിട്ടുള്ളൊരു എയർപോർട്ടാണ് കൊച്ചി എയർപോർട്ട്. അപ്പോൾ അതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പെട്ടിയൊക്കെ വണ്ടിയിൽ നിന്ന് അങ്കിളാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ട് ട്രോളിയിലേക്ക് വെച്ച് അങ്ങനെ നമ്മളുടെ കേരളയോട് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കൊച്ചി എയർപോർട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇയാൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരുന്നുണ്ട്. കാരണം ഇത് നല്ല ചെറിയ കുട്ടിയാകുമ്പോഴാണ് നമ്മൾ ഗൾഫിലേക്ക് പോയതും അവിടെ നിന്ന് തിരിച്ച് വരുന്നതൊക്കെ. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ എല്ലാ ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രോളി ഞാൻ ഒറ്റനാണിപ്പോൾ സിയാക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സിയ കുറച്ച് ഇട്ടി പിന്നെ ഇതാ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ ഫൈനലി ഇതാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ വന്നത് മെയ് 16-നാണ് ഞങ്ങൾ കൊച്ചി എയർപോർട്ട് വഴി റാസൽ കൈമയിലേക്ക് വന്നത്. അപ്പോൾ അന്ന് ആരെങ്കിലുമൊക്കെ ആ എയർപോർട്ടിലുണ്ടായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആരെയൊക്കെയാണ് നമ്മുടെ ഷാർജയിലുള്ളതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഇനി കാണാം.
അവിടെ നിന്ന് വെയിറ്റ് നോക്കുമ്പോഴാണെങ്കിൽ ജിയാടെ ട്രോളി ബാഗിൽ വെയിറ്റ് കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് മാങ്ങ ചാമക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെ കൊടുത്തു. ചങ്ങ വലിയ ജിയാക്ക് ബുദ്ധി വെച്ചല്ലേ ഫ്ലൈറ്റ്. ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോൾ വാഷ്റൂമൊക്കെ പോയി ഫ്രഷായി. ഞാൻ ആദ്യം പോയിട്ട് വന്നിട്ട് പിന്നെ ജിയും കൂടിയിട്ട് പോയി. നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ യാത്ര. അതിയാക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഫ്ലൈറ്റിൽ പോയിട്ട് കുറേ സംഭവങ്ങളുണ്ടായി. ഒക്കെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ പറ്റാം. അൽഹംദുലില്ലാ. ഇവർ രണ്ടുപേരും എഴുന്നിട്ട് ഞങ്ങളെ പൈലറ്റ്. പിന്നെ നമ്മൾ താഴ്ത്തുനിന്ന് മുകളിലേക്ക് നമ്മൾ ഇത്ര പീക്കിലായിട്ടുള്ള ഫ്ലൈറ്റ് നമ്മൾ ഇത്രക്കുള്ളത് Going to Sharjah. Namaste. और स्टाफ को खींच कर उसे कस लें। सिग्नल खोलने के लिए फ्लैप को उठाएं और दोनों सिरों के अलग करें। कैबिन में हवा का दबाव कम होने पर ऊपर बना पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएंगे। ऑक्सीजन मास्क अपने आप कीजिए, आंखों मुख पर लगाइए और सामान्य रूप से सांस लेते रहिए। अपना मास्क ले जाने के बाद अपने अन्य ാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് ജെർക്ക് ചെയ്യുമ്പോൾ നല്ല പേടിയായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. പേടിച്ചിട്ട് കരയാനായ പോലെയായിരുന്നു ഇരിക്കണ്ടായിരുന്നു. ഫ്ലൈറ്റ് ജെർക്ക് ചെയ്യുമ്പോൾ മുഖം കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഞാനും ചെയ്യുന്ന വാഷ്റൂമിലൊക്കെ പോയി വന്ന് ഫ്ലഷ് അപ്പോഴത്തേപ്പോൾ ഞെട്ടിയിട്ട് ആ സൗണ്ട് കേട്ടപ്പോൾ അവിടെ ഫുള്ള് ബ്ലൂ കളറായിരുന്നു ആ വാഷ്റൂമിൻ്റെ ഉള്ളിൽ. ഫ്ലഷ് അവിടുന്ന് നല്ല പേടിക്കല്ലേ പേടിച്ചു. ചേച്ചിക്ക് എങ്ങനെ അങ്ങനെ ഞങ്ങൾ റാസിൽ കൈമ എയർപോർട്ടിലെത്തി.
ഞങ്ങൾ അവിടെ എത്തിയത് നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ വിചാരിച്ചാൽ ഞങ്ങൾ പിക്ക് ചെയ്യാൻ ബസ് ഉണ്ടാവുമെന്ന് നോക്കുക. ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയി. ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ലഗേജ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വേറെ ട്രോളി ബാഗ് വന്നിട്ടാ. ഫസ്റ്റ് ഉമ്മിലെ ലഗേജാണ് വന്നത്. പിന്നെ അതിൻ്റെ ലഗേജ് പറഞ്ഞ് ഷാനേജിയുടെ കലാപരിപാടികൾ ബാക്കിലായിരുന്നു. ലഗേജിൻ്റെ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി എയർപോർട്ടിൽ പുറത്തിറങ്ങാൻ പോയി കേട്ടോ. അതിന് ഇയാളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ആൻസർ ചെയ്ത് പിന്നെ ഞങ്ങളെ ബാബ അങ്ങനെ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ബാബ എടുത്ത വീഡിയോ കണ്ടത്. ഞങ്ങൾ ബാബാനെ കണ്ടപ്പോൾ അവിടെ സ്റ്റക്കായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാബ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ. അങ്ങനെ ബാബ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബ അവിടെ നിന്ന് കാർ എടുക്കാൻ പോയി. ഞങ്ങളവിടെ ഇറങ്ങി നല്ല ചൂടായിരുന്നു. നല്ല ചുട്ട് പൊട്ടണ ചൂടായിരുന്നു അവിടെ. ഞങ്ങൾ എയർപോർട്ടിൽ പേരെന്താണോ റാസൽ ചെയ്ത എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ മോളെ ഓരോ മോളെ സൈഡാണ്. നല്ല ഭംഗിയുണ്ടല്ലോ. വേഗം വരണം പറഞ്ഞിട്ടല്ലേ എന്തായി മറ്റത് വെച്ചിരുന്നു. പിന്നെ ആരാ വേഗം വേഗാക്കിയത് എന്തുണ്ടാത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുന്നീസ് റെസ്റ്റോറൻ്റ് പറഞ്ഞിട്ടുള്ള ഷാർജത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഞങ്ങളുടെ റൂം ഷാർജയിലാണ്. ഷാർജയിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങളിത് ആ റൂമിൻ്റെ അവിടെ എത്തി ലഗേജൊക്കെ എടുത്തൊക്കെ കേട്ടോ. ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.